നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. വലിയ ഒരു നെറ്റ്വർക്കാണ് ഇന്നലെ കേന്ദ്രസേന ഇടപെട്ട് കണ്ടുപിടിച്ചത്. ഏകദേശം 251 പേരാണ് പിടിയിലായെന്നാണ് അറിയുന്നത്. എന്താണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണത്തിൻ്റെ ഒരു നെറ്റ്വർക്ക്? അതോ ഇതിലും വലിയ ഭീകരമാണോ അവരുടെ ഒരു സാധ്യതകൾ? ശരിക്കും നമുക്കൊരു ചെറിയ പ്രശ്നം പറ്റി. ഇന്നലെയാണ് ഇതിനെ സംബന്ധിക്കുന്ന വിവരം പുറത്തു വന്നത്. അതായത് ഓഗസ്റ്റ് 15-ന് നമ്മുടെ രാജ്യത്ത് വലിയൊരു അട്ടിമറി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു നടന്നത്. ആ പരിശ്രമം ഫലപ്രദമായിട്ട് നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾ പൊളിച്ചു. 253 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അറസ്റ്റിലായവരുടെ എണ്ണം ഇതിലും കൂടും എന്നാണ് അറിയുന്നത്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള 2 മലയാളികൾ കൂടി ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. അതായത് 14 സംസ്ഥാനങ്ങളിലായിട്ട് നടന്ന റെയ്ഡാണ്. അത് അതത് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പോലീസുമായിട്ട് സഹകരിച്ച് NIA, ഇൻ്റലിജൻസ് ഏജൻസി, അതുപോലെയുള്ള നമ്മുടെ കേന്ദ്ര ഏജൻസികളുടെ എല്ലാം സംയുക്തമായ ഒരു നീക്കമായിരുന്നു. ആ നീക്കത്തിലാണ് ഇവർ ഈ 253 പേർ പിടിയിലായത്. ശരിക്കും ആഗസ്റ്റ് 12-ാം തീയതിയാണ് ഇവരെ എല്ലാം റെയ്ഡ് നടത്തി പൊക്കിയത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇത് പാക് ചാരസംഘടനയായ ISIയുടെ ഒരു നെറ്റ്വർക്കുണ്ട്. ആ നെറ്റ്വർക്കിൻ്റെ പേര് ഷെഹ്സാദ് ഭട്ടി എന്നാണ്. ഷെഹ്സാദ് ഭട്ടി എന്നൊരാൾ നേതൃത്വം കൊടുക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. ഈ ഷെഹ്സാദ് ഭട്ടി പ്രധാനമായിട്ടും ചെറുപ്പക്കാരെയാണ് ഈ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുകയും അവരെ റിക്രൂട്ട് ചെയ്യുകയും അവരെ പരിശീലിപ്പിക്കുകയും ഒന്നാന്തരം തീവ്രവാദികളും ചാവേറുകളുമാക്കി അവരെ ഇത്തരത്തിലുള്ള ഓപ്പറേഷന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നത്. ആ ഷെഹ്സാദ് ഭട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ശൃംഖലയാണ്. അതറിയപ്പെടുന്നതും ഷെഹ്സാദ് ഭട്ടി നെറ്റ്വർക്ക് എന്നുള്ള പേരിൽ തന്നെയാണ്. ആ നെറ്റ്വർക്ക് ഇന്ത്യയിൽ ആ നെറ്റ്വർക്കിനെയാണ് പൊളിച്ചത്. ഏതാണ്ട് 253 പേർ പിടിയിലായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 253 ചാവേറുകൾ, കൊടും ഭീകരന്മാർ, സ്ലീപ്പർ സെല്ലുകൾ, അവരാണ് പിടിയിലായിരിക്കുന്നത്. നിസ്സാരക്കാരല്ല. നമ്മുടെ ഈ ആഗസ്റ്റ് 15-ന് വലിയ അട്ടിമറി രാജ്യത്ത് നടക്കുമായിരുന്നു. ആ അട്ടിമറിയെ വളരെ ഫലപ്രദമായി നേരിടാനും പൊളിക്കാനും നമ്മുടെ ഏജൻസികൾക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ നമ്മുടെ അമിത്ഷായുടെ ഒരു പദ്ധതി, അമിത്ഷാ പറഞ്ഞല്ലോ, ഈ 2026 മാർച്ച് 31-ന് മുമ്പ് നമ്മൾ ഇന്ത്യ മാവോ മുക്ത ഇന്ത്യയായി മാറും, നക്സൽ മുക്ത രാഷ്ട്രമായി ഇന്ത്യ മാറും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഏതാണ്ട് സാധിച്ചു. സമ്പൂർണ്ണമായിട്ടും നക്സലിസം, മാവോയിസം നമുക്ക് തുടച്ചു നീക്കാൻ കഴിഞ്ഞു നമ്മുടെ രാജ്യത്തുനിന്ന്. നിരവധി തലയ്ക്ക് ലക്ഷങ്ങൾ വിലയിട്ടിരുന്ന ആൾക്കാർ പിന്നെ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർ ആയുധം വെച്ച് കീഴടങ്ങുകയോ ചെയ്തു. അതിൻ്റെ മറ്റ് നിയമ നടപടികളൊക്കെ പുരോഗമിക്കുന്നു. ഇപ്പോൾ ഇവിടെയും അതുപോലെയാണ്. അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് സീറോ ടോളറൻസ് എന്നൊരു പോളിസി കൊണ്ടുവന്നിരിക്കുകയാണ്. സീറോ ടോളറൻസ് ടു ടെററിസ്റ്റ്. തീവ്രവാദികളോട്, ഭീകരവാദികളോട് സീറോ ടോളറൻസ്, ഒട്ടും തന്നെ സഹിഷ്ണുതയില്ല. അതെ, ഇതിവിടെ എനിക്കൊരു ചോദ്യമുള്ളത്, ഏറ്റവും അധികം ആൾക്കാർ പിടിയിലായിരിക്കുന്നത് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചു. അതായത് ഉത്തർപ്രദേശ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു സംഘം തന്നെ ഉണ്ട് എന്നാണ്. അയോധ്യ വലിയ ഒരു ടാർഗറ്റ് പോയിന്റാണ്. യോഗി വലിയൊരു ടാർഗറ്റ് പോയിന്റാണ്. ഇത്തരത്തിലല്ലേ വിഷയങ്ങളെ വായിച്ചത്? തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ കണക്കുകൾ പറയുമ്പോൾ അത് നമുക്ക് വ്യക്തമാകും കൂടുതൽ. അതായത് ഈ ഓഗസ്റ്റ് 12-നാണല്ലോ ഈ രാജ്യവ്യാപകമായി, എന്ന് വെച്ചാൽ ഈ നെറ്റ്വർക്കിനെല്ലാം തിരിച്ചറിഞ്ഞ് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ഒരേ സമയം ഈ 14 സംസ്ഥാനങ്ങളിലും റെയ്ഡ് നടത്തി. റെയ്ഡ് നടത്തിയിട്ടാണ് 253 പേരെ അവർ പൊക്കിയത്. അതിൽ ഉത്തർപ്രദേശ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്, 62 പേരാണ് ഉത്തർപ്രദേശിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ളത്. ഹരിയാനയിൽ നിന്ന് 52, ഡൽഹിയിൽ നിന്ന് 51, പഞ്ചാബിൽ നിന്ന് 44, രാജസ്ഥാനിൽ നിന്ന് 15, മഹാരാഷ്ട്രയിൽ നിന്ന് 8, ഉത്തരാഖണ്ഡിൽ നിന്ന് 5, കർണാടക, ഗുജറാത്ത്, ബീഹാർ 3 വീതം, അതുപോലെ തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, കേരളം 2 വീതം. നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ജമ്മു കാശ്മീരിൽ കുറഞ്ഞു വരികയാണ്, പക്ഷേ UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വളരെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു അപകടത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. വലിയ ദുരന്തം ഇവരെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ രാജ്യം വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചേനെ. ഇത് ഇത്രയും എങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ പിന്നെ ഇത് മാത്രമല്ല,
ഡൽഹിയിലും കർണാടകയിലും പുതുതായിട്ട് 80 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഈ 253 പേർ പിടിയിലായ സംഭവവുമായി ബന്ധപ്പെട്ട്. ഈ ഷഹസാദ് ഭട്ടിയെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് പാക് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നെറ്റ്വർക്കാണ്, ഒരു ടെറർ നെറ്റ്വർക്ക് തന്നെയാണ്. അവർ പിന്നെ ഈ ഇന്ത്യയിൽ ഉടനീളം സ്ഫോടനങ്ങൾ, എങ്ങനെയുള്ള സ്ഫോടനങ്ങൾ, ഗ്രനേഡ് ഉപയോഗിച്ചുള്ള സ്ഫോടനങ്ങൾ, അതുപോലെ തന്നെ IED സ്ഫോടനങ്ങൾ, അതുപോലെ പെട്രോൾ ബോംബ് ആക്രമണങ്ങൾ ഇങ്ങനെ നടത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു. അതിന് സാധന സാമഗ്രികൾ അവർ സംഘടിപ്പിച്ചു കൊണ്ടിരുന്നു. നേരിട്ടുള്ള ആക്രമണങ്ങൾക്കും കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും കൊലപാതകങ്ങൾക്കുമാണ് അവർ നേതൃത്വം നൽകിയിരുന്നത്. പക്ഷേ അവർക്ക് ഒരു എന്താ പറയുക, ഒരു തലമുടി നാരിൻ്റെ പോലും കേട് നമുക്ക് സംഭവിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനു മുമ്പ് അവർ ഒന്നടങ്കം പിടിയിലായി എന്നുള്ളതാണ്. അത് അവർ ലക്ഷ്യമിട്ടിരുന്നത് രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകൾ, പ്രതിരോധ സ്ഥാപനങ്ങൾ, പ്രമുഖ ആരാധനാലയങ്ങൾ, ഇതെല്ലാം ഇവർ നിരീക്ഷിച്ചിരുന്നു. അവിടെ നിന്നെല്ലാം വിവരങ്ങൾ അവർ ശേഖരിച്ചിരുന്നു. ഇത് എങ്ങനെ ആക്രമിക്കാം, ഇതിനെ എങ്ങനെ തകർക്കാം എന്നൊക്കെയുള്ള, അതായത് നമ്മുടെ പ്രതിരോധ കേന്ദ്രങ്ങൾ, പ്രമുഖ ആരാധനാലയങ്ങൾ, പ്രമുഖ പോലീസ് സ്റ്റേഷനുകൾ അടക്കം എങ്ങനെ ഇതിനെയൊക്കെ തകർക്കാം എന്നുള്ളതായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട ഇത് ഇവരിൽ നിന്നും മനസ്സിലാക്കിയത്, അത് നേരത്തെ തന്നെ, അത് നമ്മൾ ഏതാണ്ട് 1 മാസം മുമ്പ് പഞ്ചാബിൽ നിന്നും കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർ അതായത് രാജ്യത്തെ പ്രധാന ഹൈവേകളിലും ചില പ്രധാന സ്ഥലങ്ങളിലുമൊക്കെ അവർ CCTV ക്യാമറകൾ ഘടിപ്പിക്കുന്നു. അപ്പോൾ ജനങ്ങളത് ചോദിച്ചു, എന്താ ഇവിടെ CCTV വെക്കുന്ന? അത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇവർ ഒന്ന് ആലോചിച്ച് നോക്കണം, പോലീസ് വെക്കേണ്ട CCTV, പോലീസിൻ്റെ CCTV അവിടെ കാണും. അഡീഷണലായിട്ട് ഇവർ പോലീസിൻ്റെ വേഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു മറ പിടിച്ചുകൊണ്ട് CCTV വയ്ക്കുകയായിരുന്നു. എന്നിട്ട് ആ CCTVയിൽ നിന്ന് വിവരങ്ങൾ ഇവർ ശേഖരിച്ചു കൊണ്ടിരുന്നു. അത് ഇവർക്ക് കൃത്യമായിട്ട് ഈ ആക്രമണം നടത്താൻ നിയോഗിക്കപ്പെട്ട ഭീകരവാദികളിലേക്ക് ആ ഇൻഫർമേഷൻ, ആ ദൃശ്യങ്ങളൊക്കെ കൃത്യമായിട്ട് എത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ വലിയൊരു പ്ലോട്ടാണ് ഇവർ തയ്യാറാക്കിയിരുന്നത്, ചെറിയ കാര്യമല്ല ഇവർ ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർക്കെതിരെ ഈ ഭാരതീയ ന്യായം സംഹിതയിലെയും BNSSലെയും ഒക്കെ വളരെ മാരകമായ വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട്. മിക്കവാറും UAPA ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ ഇപ്പോൾ വന്നിട്ടില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം, ഭാരതീയ ന്യായ സംഹിത, ആംസ് ആക്ട്, NDPS ആക്ട്, സ്ഫോടക വസ്തു നിയമം എന്നിവ പ്രകാരമാണ് ഈ നേരത്തെ പറഞ്ഞ 80 FIRകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 253 അറസ്റ്റുകളും അതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഇവരിൽ നിന്ന് IEDകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഗ്രനേഡുകൾ, അതായത് അതിൻ്റെ മുദ്ര, പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയുടെ മുദ്രയുള്ള ഗ്രനേഡുകൾ, അതുപോലെ തന്നെ പിസ്റ്റളുകൾ, വെടിയുണ്ടകൾ, രഹസ്യ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന CCTV ക്യാമറകൾ, ഇവ വൻതോതിൽ പിടിച്ചെടുത്തു. ഇത് ചെറിയ അളവിലല്ല, വൻതോതിൽ പിടിച്ചെടുത്തു എന്നാണ്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായി ഈ അതിർത്തി കടന്നുള്ള ഭീകരതയുടെ ഒരു കൃത്യമായ ആസൂത്രണമായിട്ടാണ് ഇതിനെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ വിലയിരുത്തുന്നത്. അമിത്ഷാ ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ ഔദ്യോഗികമായ പത്രക്കുറിപ്പുണ്ട്. അതിനകത്ത് ഇത് വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പത്രക്കുറിപ്പിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ വിവരങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പങ്കുവച്ചത്. അപ്പോൾ വളരെ കൃത്യമായി നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ, അതും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ, 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ, അടുത്ത 80ലേക്ക് കടക്കുന്ന നമ്മുടെ ഈ മഹത്തായ ജനാധിപത്യ രാഷ്ട്രത്തെ കൃത്യമായും നശിപ്പിക്കാൻ വേണ്ടുന്ന ഒരു പദ്ധതി ഒരുക്കിയാണ് ഇവർ വന്നത്. പക്ഷേ നമ്മുടെ സുരക്ഷാ സേനകളുടെ മിടുക്ക് കൊണ്ടും നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ വൈഭവം കൊണ്ടും ഇവരെ കൃത്യമായിട്ട് പിടിക്കാൻ സാധിച്ചു. ഇതിൽ എവിടെയെങ്കിലും ഒരു പിഴവ് പറ്റിയിരുന്നെങ്കിൽ രാജ്യം വലിയ വില കൊടുക്കേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് ഇത് ഈ ആഗസ്റ്റ് 15 കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ആഗസ്റ്റ് 12-ന് മുമ്പ് തന്നെ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആഗസ്റ്റ് 12-ന് മാത്രമല്ല റെയ്ഡും അറസ്റ്റും നടന്നിരിക്കുന്നത്. അതിനു മുമ്പ് പല സ്ഥലങ്ങളിലും വളരെ രഹസ്യമായിട്ട് റെയ്ഡുകൾ നടക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പലരെയും. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അത് കേസിനെ ബാധിക്കും, അന്വേഷണത്തെ ബാധിക്കും എന്നതുകൊണ്ടായിരിക്കാം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാത്തത്.
പക്ഷേ വളരെ നേരത്തെ തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മുടെ സുരക്ഷാ ഏജൻസികളും NIA-യും അതുപോലെ നമ്മുടെ ഈ ATSകളും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡുകളുമൊക്കെ വലിയ ജാഗ്രത പാലിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് അവർ ഈ നെറ്റ്വർക്ക് ഒരറ്റത്തുനിന്ന് പൊളിച്ചടുക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ 5000-ഓളം പേരെ മുൻനിർത്തിക്കൊണ്ട് ഒരു ആക്രമണത്തിന് ലഷ്കർ ഇ തോയ്ബ പദ്ധതിയിട്ടിരുന്നു. മുംബൈ മോഡൽ അറ്റാക്ക് പദ്ധതിയിട്ടിരുന്നു. പക്ഷെ അത് തകർക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം ഈ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ അവസാനിച്ചത് അതാണ്. അപ്പൊ ഈ വലിയൊരു പ്ലോട്ടാണ് വൈറ്റ് കോളർ. ഈ 5000-ഓളം പേരെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ആക്രമണം തകർന്നതിന് ശേഷം നടത്തി, എനിക്ക് തോന്നുന്നു വലിയൊരു മാസീവായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് ഇത്. അല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലം ഏതെങ്കിലും ഒരു സംഘടന, ഇപ്പൊ ഈ ഷഹസാദ് ഭട്ടി എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ടെറർ നെറ്റ്വർക്ക്, അവർ വഴി ഇങ്ങനെ ഒരു ശ്രമം നടത്തി, അത് പരാജയപ്പെട്ടു, അതിനെ പൊളിച്ചടുക്കി, അത് പിടിച്ചു. ഇതുപോലെ തന്നെ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവരാണ് പഹൽഗാമിൽ അറ്റാക്ക് നടത്തിയത്. പിന്നെ അതുപോലെ തന്നെ ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടുമായി ബന്ധമുള്ളവരാണ് ഈ വൈറ്റ് കോളർ ടെററിസം, ഈ ഡോക്ടർമാർ അറസ്റ്റിലായ ചെങ്കോട്ട സ്ഫോടനത്തിന് മുമ്പും ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷവുമായിട്ട് അതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഡോക്ടർമാരെല്ലാം, വനിതാ ഡോക്ടർ അടക്കം, അങ്ങനെ ഒരു ഇതാണ്. അതായത് ഈ ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും പിണിയാളുകളാണ് ഇവരെല്ലാം. അവർ നേരിട്ട് ചെയ്യുന്നതിന് പകരം അവരിങ്ങനത്തെ ചെറു ഗ്രൂപ്പുകളെ ഉണ്ടാക്കി അത് നമ്മുടെ രാജ്യത്തിനുള്ളിലേക്ക് കടത്തിവിട്ട് ഇവിടെയും അവർക്ക് സഹായിക്കാൻ ആളുണ്ട്. അപ്പോൾ ഇവരെ മറ്റവർ പരിശീലനം സിദ്ധിച്ചവരാണ്. ഇവരിവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുക്കും. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇതുപോലെയുള്ള അറ്റാക്കുകൾ നടത്തുക, ഇതാണ് അവരുടെ പദ്ധതി. അതിപ്പോൾ ഒന്നൊഴിയാതെ ഇതുവരെ നമ്മൾ പ്രത്യേകിച്ചും കഴിഞ്ഞ ആ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് ശേഷം വളരെ ജാഗ്രതയോടെ ഇരിക്കുന്നത് കൊണ്ട് ഈ പിന്നെ തുടർ സ്ഫോടനങ്ങൾ നടന്നിട്ടില്ല. പക്ഷെ വളരെ കൃത്യമായിട്ട് ഇവരെല്ലാം പിടിക്കാനും സാധിച്ചിരിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. ഈ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ 5000 പേരടങ്ങുന്ന ഒരു ടീമിനെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ട് നമ്മുടെ രാജ്യത്ത് വലിയ അന്തഛിദ്രം ഉണ്ടാക്കുക, അരാജകത്വം സൃഷ്ടിക്കുക, നാടെങ്ങും നാടിൻ്റെ നാനാഭാഗത്തും ചോരയിൽ മുക്കിക്കൊണ്ടുള്ള വലിയ സ്ഫോടനങ്ങളും കലാപങ്ങളും ആസൂത്രണം ചെയ്യുക, അതാണ് അവരുടെ ലക്ഷ്യം. അത് നമ്മുടെ നാട്ടിലെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക, തമ്മിലടിപ്പിച്ച് ഇവിടെ വലിയ ഈ കലാപങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്ന് എരവാദം ഉയർത്തുക. പിന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇവിടെ സ്വൈരമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല, അവർ സുരക്ഷിതരല്ല, അതുകൊണ്ട് ഇന്ത്യയെ ഒരു തീവ്രവാദ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണം. ഇതൊക്കെയാണ് അവരുടെ അജണ്ട. ഇതൊക്കെ കൃത്യമായിട്ട് പാക് ചാരസംഘടനയുടെ അജണ്ടകളാണ് ഇതെല്ലാം. എത്രയോ നാളുകളായിട്ട് നമുക്കിത് തിരിച്ചറിയാം. പക്ഷേ അവരുടെ ഒരു ശ്രമവും വിജയിക്കുന്നില്ല. എങ്ങാനും ഒരു 1000 ശ്രമം നടത്തുമ്പോൾ 1-2 എണ്ണം വിജയിക്കുന്നതാണ് ഈ പഹൽഗാമും പുൽവാമയും അതുപോലെ തന്നെ നമ്മുടെ ഈ ചെങ്കോട്ടയിലെ സ്ഫോടനമൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. ബാക്കി 999 എണ്ണത്തിനെയും നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. ഇപ്പോൾ ഈ 253 പേർ ആഗസ്റ്റ് 12-ന് തന്നെ, ആഗസ്റ്റ് 15-ന് കുഴപ്പങ്ങളുണ്ടാക്കാനാണ് ഇവർ പദ്ധതി ഇട്ടതും എത്തിയതും. പക്ഷേ ആഗസ്റ്റ് 12-ന് തന്നെ അവരെ സമർത്ഥമായിട്ട് പിടികൂടാൻ നമ്മുടെ ഏജൻസികൾക്ക് കഴിഞ്ഞിരിക്കും. ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കാണുന്നൊരു വ്യത്യാസം, അതായത് നേരത്തെ വളരെ റീസെൻ്റ്ലി അവർ പ്ലാൻ ചെയ്തു എന്ന് നമ്മൾ അറിഞ്ഞ വിഷയങ്ങളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം കാണുന്നത് ഈ പാക് സീലിംഗ് ഉള്ള ഗ്രനേഡുകളും മറ്റ് അവരുടെ കൂട്ടത്തിലും കണ്ടെത്തിയത്. അവർ നേരത്തെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, ലോക്കലായിട്ട് അവൈലബിൾ ആകുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് അവർ പദ്ധതിയിട്ടുണ്ട്. കാരണം ഈ മറ്റ് ആയുധങ്ങൾ RDS അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് ഒരു വലിയ റിസ്ക് ആയതുകൊണ്ടും സുരക്ഷാ ഏജൻസികളുടെ ഒക്കെ പിടിപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടും ഇന്ത്യയിൽ അവൈലബിൾ ആയ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. അതിന് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള നേരത്തെ സൂചിപ്പിച്ചുള്ള അതെ അമോണിയം ഈ വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഭാഗമായിട്ട് അത്തരം ആൾക്കാരെ കൂട്ടി നിർത്തിക്കൊണ്ടുള്ള, അപ്പൊ ഇങ്ങനെ ഒരു ഇതിൽ നിന്നൊരു മാറ്റം അല്ല, അത് സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വൈറ്റ് കോളർ ടെററിസത്തിന്റെ വേരറുത്തതോടുകൂടി അൽഫലാഹ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടന്ന റെയ്ഡിലൊക്കെ ഒരുപാട് സാധനങ്ങൾ പിടിച്ചെടുത്ത് ഇപ്പോൾ ഇവർ ലോക്കലായിട്ട് സംഭരിക്കുന്ന സാധനങ്ങൾ, റൈസിൻ എന്ന് പറയുന്ന വിഷം ഉപയോഗിക്കാൻ പോലും അവർ ശ്രമിച്ചു, അതെല്ലാം പരാജയപ്പെട്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, പഞ്ചാബ് അതിർത്തിയിൽ CCTV ഇവർ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു. ആ ഇൻസ്റ്റാൾ ചെയ്ത CCTV അടക്കമാണ് അവരെ പിടികൂടിയത്. അപ്പോൾ ആ സമയത്ത് പോലീസിന് കിട്ടിയ വിവരം, ഡ്രോൺ ഉപയോഗിച്ച് അതിർത്തി കടന്ന് ഈ പഞ്ചാബ് അതിർത്തി ഉണ്ടല്ലോ, നമ്മുടെ പഞ്ചാബും പാകിസ്ഥാനിലെ ഈ അതിർത്തിയിലൂടെ അവർ ഈ പറയുന്നത് പോലെ ഡ്രോൺ ഉപയോഗിച്ച് അതിർത്തി കടത്തി സാധനങ്ങൾ ഇവിടെ എത്തിക്കും. ചെറിയ ചെറിയ കിറ്റുകളായിട്ടാണ് വരുന്നത്. അതിൽ തോക്കുകളും ഗ്രനേഡുകളും ഒക്കെ ഉണ്ടാവും. അതിവിടെ റിസീവ് ചെയ്യാൻ ആളുണ്ട്.
അങ്ങനെ റിസീവ് ചെയ്തിട്ട് അത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും. ആ ശൃംഖലയൊക്കെ പൊളിച്ചു നമ്മൾ. അതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഏജൻസികൾക്ക് വിവരം കിട്ടുകയും അവരത് സമർത്ഥമായിട്ട് തന്നെ ഈ വന്ന ഡ്രോണുകളെ, ആയുധങ്ങൾ ഉൾപ്പെടെ അത് കളക്ട് ചെയ്യാൻ വന്ന ആൾക്കാരെ ഉൾപ്പെടെ പിടികൂടി എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നേട്ടം. എന്തായാലും രാജ്യം ഒരു വലിയ ആപത്തിലേക്ക് പോകാതെ രക്ഷപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മൾ നമ്മുടെ ഈ സുരക്ഷാ ഏജൻസികൾക്ക്, നമ്മുടെ സൈന്യത്തിന്, നമ്മുടെ ഈ സർവോപരി നമ്മുടെ ഭരണാധികാരികൾക്കൊക്കെ നന്ദി പറയേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു വലിയ ശവപ്പറമ്പാക്കുന്ന തരത്തിലേക്കുള്ള വലിയ സ്ഫോടനങ്ങളാണ് ആസൂത്രണം ചെയ്തിരുന്നത്. വലിയ കുഴപ്പങ്ങൾക്കാണ് പദ്ധതി ഒരുക്കിയത്. അതെല്ലാം പൂർണ്ണമായും പരാജയപ്പെട്ടു പോയിരിക്കുന്നു.